പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഹൃദയം തകർന്ന് ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയിൽ ആശ്രയിച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലേക്കും കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ സഹായിക്കണമേ. തടസ്സങ്ങളെല്ലാം മാറ്റി അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനുള്ള വഴിവാതിൽ അവർക്ക് നേരെ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പലവിധ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് ഏൽപ്പിക്കുന്നു. അമ്മയെ ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ അമ്മ അവരോടൊപ്പമായിരിക്കണമേ. അവർ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലങ്സ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉദര സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയ്ക്ക് നൽകുന്നു. ഏറ്റെടുത്ത് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കാൽമുട്ടുവേദനയാൽ ഭാരപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, എല്ലാവിധ വേദനകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തലച്ചോറ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിലേക്ക് നൽകുകയാണ്. അമ്മേ മാതാവേ, ആ മക്കളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിമോണിയയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. എല്ലാവിധ തകർച്ചകളിൽ നിന്നും എല്ലാവിധ രോഗപീഠകളിൽ നിന്നും അമ്മേ ഓരോ മക്കളെയും രക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയുമായ എത്രയോ രോഗങ്ങളാൽ ഞങ്ങൾ ഭാരപ്പെടുന്നുണ്ട്. അമ്മേ മാതാവേ, എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ മേലൊന്ന് ഒഴുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് സൗഖ്യം നൽകി ഈശോയുടെ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളിതാ കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്തു വെച്ച് അമ്മയ്ക്ക് നൽകുന്നു. ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ, അങ്ങും ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ ഒരുമയോടെ ഇതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയഭാരങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഈ അനുഗ്രഹീത മാസത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും അമ്മയോട് ചേർന്നായിരിക്കാനും ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും ഈ
പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു. വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ എല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഉയർന്ന വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം തക്ക സമയത്ത് അവരുടെ കൈകളിൽ അമ്മ എത്തിക്കണമേ. അമ്മേ മാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഓപ്പറേഷൻ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അമ്മ അവരോടൊപ്പമായിരിക്കണമേ. സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഒരു കുഞ്ഞു പോലും ഹൃദയഭാരത്താലും സങ്കടത്താലും ദുഃഖത്താലും വലയുവാൻ വിട്ടുകൊടുക്കരുതേ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഇപ്പോഴീ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയ്ക്ക് നൽകുന്നു. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മെപ്പോലെ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഓർക്കാം. മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ. ആ മക്കളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.